എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിലുള്ള ഡെയിലി ലൈഫിൽ നാം എല്ലാവരും ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. വാട്സാപ്പ് മെസ്സേജുകൾ, വാട്സാപ്പ് കോളിംഗ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നിലവിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വാട്സാപ്പിനെ പിന്തള്ളിക്കൊണ്ട് 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ മറ്റൊരു മെസ്സേജിംഗ് ആപ്പായ സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ ലോകത്തിലെ തന്നെ നമ്പർ 1 ആപ്ലിക്കേഷനായി മാറിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ഡേറ്റ തേർഡ് പാർട്ടിയുമായി പങ്കുവയ്ക്കുവാൻ അവകാശം ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സാപ്പിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നു തുടങ്ങിയിരുന്നു. ഫെബ്രുവരി 8 മുൻപായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വാട്സാപ്പ് അക്കൗണ്ട് തന്നെ നഷ്ടപ്പെടുമെന്നായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത്. ഇതിനെ തുടർന്നാണ് എല്ലാവരും വാട്സാപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പ്രൈവറ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചറിൻ്റെ പിറകെ പോയത്. ഇത്തരത്തിൽ വാട്സാപ്പിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ആപ്ലിക്കേഷനായ സിഗ്നൽ വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വാട്സാപ്പിനെ അപേക്ഷിച്ച് സിഗ്നൽ പ്രൈവറ്റ് മെസ്സഞ്ചർ ആപ്ലിക്കേഷനിലുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിഗ്നൽ മെസ്സഞ്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായി അവർ അവകാശപ്പെടുന്നത് നമ്മൾ അയക്കുന്ന ഫോട്ടോസിൽ നമ്മുടെ മുഖം ബ്ലർ ചെയ്ത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ അവരുടെ മുഖം ഇൻ്റർനെറ്റിൽ പങ്കുവയ്ക്കപ്പെടുമെന്നുള്ള ആശങ്ക ഇനി മുതൽ ഇല്ലാതാകും. ഫോട്ടോസ് അയക്കാനുള്ള ഓപ്ഷനോടൊപ്പം തന്നെ ബ്ലർ ചെയ്യാനുള്ള സംവിധാനവും ഈ ഒരു ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്നു. കൂടാതെ രഹസ്യരേഖകളുടെ കൈമാറ്റത്തിനായും ഈ ഒരു ബ്ലർ ഫീച്ചർ ഉപയോഗപ്പെടുത്താമെന്നാണ് സിഗ്നൽ അവകാശപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലെ മറ്റൊരു ഓപ്ഷനാണ് സെൻഡ് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഓപ്ഷൻ. ഇത് നിലവിൽ വാട്സാപ്പിൽ ഉണ്ടെങ്കിലും വാട്സാപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സിഗ്നലിലുള്ള ഒരു സംവിധാനമാണിത്. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഒരു നിശ്ചിത കാലയളവിന് ശേഷം തനിയെ അപ്രതീക്ഷിതമാക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ആവശ്യമെങ്കിൽ സമയം നിശ്ചയിച്ച് ഡിസപ്പിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ നിലവിലുണ്ട്. സെറ്റിംഗ്സിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഓപ്ഷനാണ് ഇതിനായി ഉപയോഗപ്പെടുത്തേണ്ടത്. സിഗ്നൽ ആപ്ലിക്കേഷൻ അവകാശപ്പെടുന്ന മറ്റൊരു ഫീച്ചറാണ് നിങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ കോൺഫിഡൻഷ്യലായി നിലനിർത്താനുള്ള സ്ക്രീൻ ലോക്ക് സംവിധാനം. അതായത് ഫോൺ അൺലോക്ക് ആയാലും സിഗ്നൽ ആപ്ലിക്കേഷൻ തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് പിൻകോഡും കൂടാതെ ബയോമെട്രിക് ലോക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിലെ പ്രൈവസിയിൽ സ്ക്രീൻ ലോക്ക് ഓൺ എന്ന ഓപ്ഷനിലൂടെയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഒരു ഫീച്ചർ വഴി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലെ മറ്റൊരു സവിശേഷതയാണ് ജോയിൻ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കാൻ സാധിക്കുമെന്നത്. ഇതുവഴി നിങ്ങൾക്ക് അനാവശ്യ മെസ്സേജുകളെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിലെ കോൺടാക്റ്റ് ജോയിൻ സിഗ്നൽ ഓഫ് എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജിൻ്റെ സെക്യൂരിറ്റി കൂട്ടാനായി അയക്കുന്ന മെസ്സേജുകൾ സീൽ ചെയ്ത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. സിഗ്നൽ ആപ്ലിക്കേഷനിലെ മറ്റൊരു സവിശേഷതയായി പറയുന്നത് നിങ്ങൾ അയക്കുന്ന വീഡിയോയോ ചാറ്റിങ്ങോ എന്തുമാകട്ടെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് എത്ര തവണ കാണണമെന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുമെന്നതാണ്. അതായത് നിങ്ങൾ ഒരു തവണ കാണുന്ന ഒരു ഓപ്ഷനാണ് ഇനേബിൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അയക്കുന്ന ആ ഒരു മെസ്സേജ് ദിവസങ്ങളോ മാസങ്ങളോ എത്ര നാൾ കഴിഞ്ഞു വേണമെങ്കിലും സ്വീകർത്താവിന് ഒറ്റ തവണ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ അത് തനിയെ അപ്രതീക്ഷിതമാകുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലെ മറ്റൊരു ഫീച്ചർ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ എത്ര നാളത്തേക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൂക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് 1 മാസത്തേക്കാണോ, 6 മാസത്തേക്കാണോ, ഇനി 1 വർഷത്തേക്കാണോ, അതല്ലെങ്കിൽ ലൈഫ് ടൈം ഇത് സൂക്ഷിക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളുടെ കോൺവെർസേഷൻ്റെ ലെങ്തിൻ്റെ ലിമിറ്റ് നിങ്ങൾക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്